ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ ഇംഗ്ലീഷ് ഷോർട്ട് വീഡിയോയിലെ മറ്റൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോകളായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നോണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിന് നിങ്ങൾക്കുള്ള ഓരോ ഈ പുട്ടിൽ തേങ്ങയിടുന്ന പോലെ അല്ലേ, നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കാണാം. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് അതിൽ വർക്ക് ചെയ്യണം. നന്നായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടിയുള്ള ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ്, വിജയം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിലേക്കുള്ളൊരു ചെറിയൊരു സഹായം മാത്രമാണ് റാൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരുക്കി തരുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സഹായത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ A+, ഇംഗ്ലീഷിലെ A+ എന്ന് പറയുന്നതും ഫുൾ സബ്ജക്റ്റിലെ A+ എന്ന് പറയുന്നതും നിങ്ങൾക്ക് പുഷ്പം പോലെ എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എലമെന്റ്സ് ആണ്. ബട്ട് ലാംഗ്വേജ് എലമെന്റ്സിനേക്കാൾ ഉപരി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ടാഗ് മാത്രമാണ് കേട്ടോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ within 5 minutes I am going to teach you what is question tag and how can we write a correct tag of a sentence എന്നുള്ളത് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അപ്പൊ ഏതായാലും ലാംഗ്വേജ് എലമെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സംഗതിയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം ഒരു 10-23 മാർക്കിനോളം നമുക്ക് എന്ത് വരുന്നുണ്ട്, ഗ്രാമർ ടോപ്പിക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് എലമെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ തലയിൽ ഈ വ്യക്തി ചെയ്ത പോലെ നമുക്ക് തലയിൽ ഇങ്ങനെ കൊണ്ടുപോയിടാൻ പറ്റുമായിരുന്നു എങ്കിൽ അല്ലെ, ഇഫ് വി ക്യാൻ ഡു ലൈക്ക് ദിസ്, ഇതുപോലെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് വളരെ സിമ്പിൾ ആയേനെ. ബട്ട് അങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ, പഠിച്ച് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഗ്രാമർ എന്ന് പറയുന്നതിൽ നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും ഡയലോഗ് കംപ്ലീഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എഡിറ്റിംഗ് 5 മാർക്കിന് വരാറുണ്ട്. ഫ്രേസൽ വേർബ് 5 മാർക്കിന് വരാറുണ്ട്. ക്ലോസ് ടൈപ്പ്, അതായത് ഇന്ന, അറ്റ്, ഓൺ, എ, ആൻഡ് ഒക്കെ ചേർത്ത് കൊണ്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 4 മാർക്കിന് വരാറുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാ വർഷവും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സെന്റൻസ് അനാലിസിസ്, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് കണ്ടുപിടിക്കാനുള്ളത് 2-3 മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 20+ മാർക്ക് ഏതിൽ നിന്നും മാത്രം, ലാംഗ്വേജ് എലമെന്റ്സിൽ നിന്നും നമുക്ക് വരുന്നുണ്ട്. ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, പഠിച്ചെടുത്തേ പറ്റൂ. അപ്പൊ ഇവിടെ ഡയലോഗ് കംപ്ലീഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വ്യത്യസ്ത തരം ടോപ്പിക്കുകൾ ചേരുമ്പോഴാണ് ഡയലോഗ് കംപ്ലീഷൻ ആവുന്നത്. അതിലൊന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്, മറ്റൊന്ന് ഇഫ് ക്ലോസ് ആണ്, മറ്റൊന്ന് വുഡ് യു മൈൻഡ് ആണ്, മറ്റൊന്ന് ഹാഡ് ബെറ്റർ ആണ്. അത് കഴിഞ്ഞാൽ എസ് ഓർ നോ ആൻഡ് WH ക്വസ്റ്റ്യൻ ഫോർമേഷൻ. ഇത്രയും ചേരുമ്പോഴാണ് 5 മാർക്കിന്റെ ഡയലോഗ് കംപ്ലീഷൻ ആവുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഹാഡ് ബെറ്ററിന്റെ യൂസേജും ഹാഡ് ബെറ്റർ എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് എഴുതേണ്ടത് എന്നുള്ളതും ഷാഫി സാർ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ട് ആ ഒരു മാർക്ക് ഉറപ്പിക്കുക. ഈ ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഡയലോഗ് കംപ്ലീഷനിലെ 1 മാർക്ക് നേടിത്തരുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ഇത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത് നമ്മൾ ചില റൂൾസുകൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സർട്ടൻ റൂൾസ് ഷുഡ് ബി അപ്ലൈഡ്. ചില റൂൾസുകൾ അപ്ലൈ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസിന്റെ ടാഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. ആദ്യം എന്താണ്, ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. നമുക്ക് തരുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് എഴുതുക. ഈ ഒരു മൊമെന്റിലും ഓക്സിലറി വെർബ് ഏതാണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിലും ഇനി അഥവാ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആം, ഈസ്, ആർ, വാസ്, വർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, will, would, can, could, shall, should, may, might. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്താണ് ആദ്യം എഴുതിക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്താണ്, ഓക്സിലറി വെർബിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ റൂള്, ഇഫ് ദ മെയിൻ വെർബ് ഈസ് പോസിറ്റീവ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് നെഗറ്റീവ് ആൻഡ് വൈസ് വേഴ്സ. എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ, തന്നിരിക്കുന്ന സെന്റൻസ് എന്ത് സെന്റൻസ് ആണെങ്കിൽ, പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. നേരെ തിരിച്ചു, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാ ഒരു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ ഉറപ്പിക്കുക? ഇംഗ്ലീഷിൽ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആളുകളുണ്ട്. ഓക്കെ, നെഗറ്റീവ് വേർഡ്സ് ആരൊക്കെയാ? നോ, നോട്ട്, നെവർ, neither, neither nor, barely, hardly, scarcely, seldom, rarely, neither, nothing, none, no one, nobody, nowhere. ഈ വേർഡുകളെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഈ തന്നിരിക്കുന്ന നെഗറ്റീവ് വേർഡ്സ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ, ഒന്നുകൂടി പറയാം, ഈ തന്നിരിക്കുന്ന നെഗറ്റീവ് വേർഡ്സ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആണ്. അത്തരം സെന്റൻസുകളുടെ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഇനി തന്നിരിക്കുന്ന വേർഡ്സ് ഒന്നും തന്നെ ഒരു സെന്റൻസിൽ ഇല്ല,
അപ്പൊ ആ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. എക്സാമ്പിൾ അടക്കം ഞാൻ കാണിക്കുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ റൂളും നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഒരു റൂളും കൂടി അപ്ലൈ ചെയ്താൽ ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ആയി. എന്താണ്? ഐഡന്റിഫൈ ദ സബ്ജക്ട് ഇൻ ദ പ്രോനൗൺ ഫോം. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിനെ കണ്ടുപിടിക്കാം. ആ സബ്ജക്റ്റിനെ എന്തിലേക്ക് മാറ്റണം? പ്രോനൗണിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഫോർമാറ്റിലേക്ക് മാറ്റണം. മിസ്റ്റർ തൊറാട്ടാണ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എങ്കിൽ ടാഗിലെ സബ്ജക്റ്റ് ഹി ആയിട്ട് മാറും. മാർത്തയാണ് സെന്റൻസിലെ സബ്ജക്റ്റ് എങ്കിൽ നേരെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഷീ എന്ന് ടാഗിലെ സബ്ജക്റ്റ് എഴുതിയേ പറ്റൂ. എന്നാൽ മങ്കൂസ് ആണെങ്കിലോ അത് ഹി ആണോ ഷീ ആണോ എന്ന് നോക്കി പോകാനും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രൽ ആയിട്ടുള്ള ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ മാറും. എന്നാൽ മാർത്ത ആൻഡ് ഗ്രാൻഡ് ഫാദർ രണ്ടാൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ടാഗിലെ സബ്ജക്റ്റ് എന്തായിട്ട് മാറും? ദേ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ദേ ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോ ഒരു മാർത്തയാണെങ്കിൽ, മാർത്തയോ അല്ലെങ്കിൽ അഡിച്ചിയോ ഒക്കെ ആണെങ്കിൽ ഷീ എന്നും, മിസ്റ്റർ തൊറാട്ട്, സത്യജിത്രയൊക്കെ വരികയാണെങ്കിൽ ഹി ആണെന്നും, മങ്കൂസ്, കോബ്ര പോലെയുള്ള സംഗതികളൊക്കെ വരുന്ന സമയത്ത് ഇറ്റ് ആണെന്നും, ഒന്നിലധികം സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ദേ ആണെന്നും ഒക്കെ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ ഈ 3 റൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മക്കളെ? ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഒരു ഫ്രണ്ട് ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് പറയാണ് യു ആർ മാർത്ത. യു ആർ മാർത്ത എന്ന് പറയുന്ന സെന്റൻസ്. ഫോർ എക്സാമ്പിൾ ഫ്രണ്ടും മാർത്തയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്, ഡയലോഗ് കംപ്ലീഷൻ. അതിൽ ആദ്യം തന്നെ ഫ്രണ്ട് മീൻസ് ഫ്രണ്ട് ഒരിക്കലും യു ആർ മാർത്ത എന്ന് ചോദിക്കൂല. ഇവിടെ വല്ല ന്യൂസ് റിപ്പോർട്ടർ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കട്ടോ. ഒപ്പം ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോ യു ആർ മാർത്ത കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സെന്റൻസ് എവിടുന്നാ തുടങ്ങുന്നത്? യു മുതലാണ്. യു ആർ മാർത്ത കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഈ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് കഴിഞ്ഞിട്ടാണ് ഈ കോമയും ഡാഷും ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടെങ്കിൽ അവിടെ മിക്കവാറും എഴുതേണ്ടത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ യു ആർ മാർത്ത എന്ന് പറയുന്ന സെന്റൻസ് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം അവിടെ ആരാണുള്ളത്? ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ കാണാൻ സാധിക്കും. ആ ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ആർ കിട്ടിയല്ലോ, കിട്ടി. ഇനി രണ്ടാമത്തെ റൂൾ എന്താ? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ യു ആർ മാർത്ത എന്ന് പറയുന്ന സെന്റൻസിൽ ഈ തന്നിരിക്കുന്ന നെഗറ്റീവ് വേർഡ്സ് ആരുമില്ല. അപ്പൊ ഈ സെന്റൻസ് എന്തായി? പോസിറ്റീവായി. ടാഗിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോട്ട് ചേർത്താൽ മതി. എൻ കോമ ടി, ആറിൻ്റെ എന്ന് കിട്ടി. റൂൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ? കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടി ഉണ്ടല്ലേ. ഏതാ? ഐഡന്റിഫൈ ദ സബ്ജക്ട് ഇൻ ദ പ്രോനൗൺ ഫോം. തന്നിരിക്കുന്ന ആ ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക. അത് പ്രോനൗൺ ഫോമിലാണെങ്കിൽ അത് തന്നെ എഴുതുക, അല്ലെങ്കിൽ അതിനെ പ്രോനൗൺ ഫോമിലേക്ക് മാറ്റണം. ഇവിടെ ആരാണ്? യു ആണ് സബ്ജക്റ്റ്. അപ്പോൾ അത് പ്രോനൗൺ രൂപത്തിലായതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യു എന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ ആൻസർ കിട്ടി. എന്താ കിട്ടിയത്? ആറിൻ്റെ യു എന്ന് എനിക്ക് ആൻസർ കിട്ടും. മറ്റൊരു എക്സാമ്പിൾ പറയാം. റേ പറയാണ് മിസ്റ്റർ തൊറാട്ട് ഈസ് എ ഗുഡ് ഫെലോ. മിസ്റ്റർ തൊറാട്ട് ഈസ് എ ഗുഡ് ഫെലോ. മിസ്റ്റർ തൊറാട്ട് ആൾ ഉഷാറാണ്, ആള് കൊള്ളാം, നല്ലൊരു ഫെലോ ആണ്. ആര്? മിസ്റ്റർ തൊറാട്ട് എന്നുള്ളത് റേക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലായ കാര്യമാണ് കേട്ടോ. അപ്പൊ മിസ്റ്റർ തൊറാട്ട് ഈസ് എ ഗുഡ് ഫെലോ എന്ന് പറയുന്നു. റേ ആരോടാ പറഞ്ഞത്? മാനേജറോടാണ് പറഞ്ഞത് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ആരാണ്? ഈസ് ആണ്. ആ ഈസിന് ഞാനിത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഈസ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്, കാരണം നെഗറ്റീവ് വേർഡ്സ് ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? നോട്ട് ചേർത്ത് കൊടുക്കണം. എനിക്ക് ഈസിൻ്റെ എന്ന് കിട്ടി. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആരാണ്? മിസ്റ്റർ തൊറാട്ട് ആണ്. മിസ്റ്റർ തൊറാട്ടിനെ പ്രോനൗൺ ഫോമിലേക്ക് മാറ്റിയാൽ മാത്രമേ ടാഗിൽ എഴുതാൻ പറ്റുള്ളൂ. എന്താ കിട്ടുക? മിസ്റ്റർ തൊറാട്ടിന് പകരം എനിക്ക് എന്ത് കിട്ടും? ഹി എന്ന് കിട്ടും. അപ്പൊ എന്താ ആൻസർ? ഈസിൻ്റെ ഹി എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഇതുപോലെ എന്താണ്? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നെഗറ്റീവ് എക്സാമ്പിൾ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഈ 2 എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കും. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ നോക്കും. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും, പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കിക്കോ. ബോയ് പറയാണ് യു ഹാവ്
you have not found out the knitting എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണേ, ഇപ്പൊ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്, വേറെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണില്ല. ഏതായാലും യു ഹാവ് നോട്ട് ഫൗണ്ട് ഔട്ട് ദ നിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. യു ഹാവ് നോട്ട് ഫൗണ്ട് ഔട്ട് ദ നിറ്റിംഗ്. ഈ സെന്റൻസിൽ ഓക്സിലറി വെർബായിട്ട് ആരാ ഉള്ളത്? ഹാവ് ആണുള്ളത്. ആ ഹാവിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി സെന്റൻസിൽ ആരുണ്ട്? നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് ഉണ്ട് അല്ലെ? നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പൊ ആ സെന്റൻസ് എന്താ? നെഗറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഹാവിന്റെ കൂടെ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ആരാണ് സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. എടുത്തെഴുതിയാൽ എന്ത് കിട്ടി? ഹാവ് യു എന്ന് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ എന്ത് കണ്ടുപിടിക്കാൻ. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മാർക്ക് ഉറപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. ഹിയർ ആർ സം ക്വസ്റ്റ്യൻസ്. നോക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യു സ്റ്റിൽ ഡോണ്ട് റിമെമ്പർ മീ. നമുക്ക് ആരാണ് ഓക്സിലറി വെർബ് ആയിട്ടുള്ളത്? ഡു ആണ് ഓക്സിലറി വെർബ്. ആ ഡൂനെ ഞാനിത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഈ സെന്റൻസിൽ എന്തുണ്ട്? നോട്ട് ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോട്ട് ചേർക്കേണ്ട ആവശ്യം ഇല്ല. ആരാണ് സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. എടുത്തെഴുതിയാൽ എന്ത് കിട്ടി? ഡു യു എന്ന് കിട്ടും. അതുപോലെ യു ആർ അഡീച്ചി. അമേരിക്കൻ റൂംമേറ്റ് അഡീച്ചിയോട് ചോദിക്കുകയാണ്, യു ആർ അഡീച്ചി, നിങ്ങൾ അഡീച്ചിയാണ് അല്ലേ എന്ന് ചോദിക്കണം നമുക്ക്. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ആരാ? ആർ ആണ് ഓക്സിലറി വെർബ്. ആ ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി. സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് എന്തായി? നെഗറ്റീവ് ആയി. ആറിന്റ് എന്ന് കിട്ടി. ആരാ സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. ആ യുവിനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ എന്ത് കിട്ടും? ആൻസർ ആറിന്റ് യു എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാൻഡ്മ. യു ലുക്ക് ടെൻസ്ഡ്. ഓക്സിലറി വെർബ് കാണാനുണ്ടോ? ഇല്ല, ഓക്സിലറി വെർബ് കാണാനില്ല. അപ്പൊ നോക്കി, ഈ യു ലുക്ക് ടെൻസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ഈ ലാസ്റ്റ് 6th ക്വസ്റ്റ്യനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിനെ കാണാനില്ല? ഓക്സിലറി വെർബിനെ കാണാനില്ല. അപ്പൊ എന്താ ചെയ്യാ? പറഞ്ഞുതരാം, നോക്കിക്കോ. നമുക്ക് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ, അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുത്തിട്ടില്ല? ഓക്സിലറി വെർബിനെ കൊടുക്കാത്ത സിറ്റുവേഷനിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബിന്റെ ഫോം മനസ്സിലാക്കുക. അതായത് അതൊരു V1 ആണോ, അല്ല V2 ഫോം ആണോ, ഇനി അതല്ല ഒരു എസ്സിൽ അവസാനിക്കുന്ന എസ് ഫോമിലുള്ള വെർബാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് തീരുമാനിക്കാൻ? ഓക്സിലറി വെർബിനെ തീരുമാനിക്കാൻ. അപ്പൊ എങ്ങനെയാ? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഒരു V1 ആണെങ്കിൽ ഓക്സിലറി വെർബായിട്ട് നമുക്ക് ആരെ കിട്ടും? ഡൂവിനെയാണ് കിട്ടുക. അതുപോലെ തന്നെ തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഒരു V2 ഫോമിലുള്ള വെർബ് ആണെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡിഡ് ആയിരിക്കും. അപ്പൊ V1, V2, V3 അറിയണം, വേറെ രക്ഷയൊന്നുമില്ല. അതുപോലെ തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് എസ്സിലോ ഇഎസ്സിലോ IESലോ അവസാനിക്കുന്ന, എന്ന് വെച്ചാൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ആണെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഡെസ് ആയിരിക്കും. നോക്കിക്കേട്ടോ, V1 ആണെങ്കിൽ ഡു എന്ന് പറഞ്ഞു. ഏതുപോലെ? ഗോ. കണ്ടല്ലോ, ഗോ എന്ന് പറയുന്ന V1നെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കണം അവിടെ ഓക്സിലറി വെർബ് ആരാണ്? ഡു ആണ്. അതേപോലെ തന്നെ ഗോന്റെ V2 ആരാ? വെന്റ് ആണ്. അപ്പൊ വെന്റ് തുടങ്ങിയിട്ടുള്ള മറ്റേത് V2 ഫോം കണ്ടാലും ഓക്സിലറി വെർബ് ഡിഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഏതുപോലെ? ഗോസ്. കണ്ടല്ലോ, ഗോസ്. ESൽ അവസാനിക്കുന്നു, എസ്സിൽ അവസാനിക്കുന്നു. ഇത്തരത്തിൽ എസ്സിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബ് ആരാണ്? ഡെസ് ആണ് എന്നും പഠിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെ ഒരു നോട്ടിലൊക്കെ എഴുതി ഒരു ബോക്സ് ഒക്കെ ആക്കി വെച്ച് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് കിട്ടുമല്ലോ, യു ലുക്ക് ടെൻസ്ഡ്. ഓക്സിലറി വെർബ് ഇല്ല, പക്ഷെ വെർബ് ഉണ്ട്. ആരാണ്? ലുക്ക്. ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ആണ്. V1 ആണെങ്കിൽ ഓക്സിലറി വെർബ് ആരാ? ഡു ആണ്. അങ്ങനെ ആ ഡൂനെ ഞാൻ ഇവിടെ എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗിനെ ഞാൻ എന്താക്കുന്നു? നെഗറ്റീവ് ആക്കുന്നു. അങ്ങനെ നമുക്ക് എന്തെന്ന് കിട്ടും? ഡോണ്ട് എന്ന് കിട്ടും. ആരാ സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. എടുത്തെഴുതിയാൽ ഡോണ്ട് യു ആൻസർ ആയിട്ട് കിട്ടും. സെക്കൻഡ് വൺ, മാനേജർ ചോദിക്കുകയാണ്, യു വാണ്ട് എ ടൈഗർ ഫ്രം ഹിയർ. എന്താ പ്രശ്നം? ഓക്സിലറി വെർബ് ഡയറക്റ്റ് അല്ല. നമുക്ക് വെർബിനെ അറിയാം. ആരാണ്? വാണ്ട് ആണ് വെർബ്. അതൊരു V1 ആണ്. ഓക്സിലറി വെർബ് ആരാ? ഡു ആണ്. ആ ഡൂനെ ഞാൻ ഇങ്ങോട്ട് എഴുതി, ഡു. ഇനി സെന്റൻസ് പോസിറ്റീവ് ആയിട്ടൊരു സെന്റൻസ് ആയതുകൊണ്ട് ടാഗിനെ ഞാൻ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അങ്ങനെ എനിക്കിവിടെ ഡോണ്ട് എന്ന് കിട്ടും. ഇനി ആരാ സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. എന്തായി? ഡോണ്ട് യു എന്നുള്ള ടാഗിന് എനിക്ക് കിട്ടി. നെക്സ്റ്റ്, യു വേർ വാച്ചിങ് മീ ക്ലോസ്ലി. പ്രശ്നങ്ങളൊന്നുമില്ല. ആരാണ് ഓക്സിലറി വെർബ്?
വേർ ആണ് ഓക്സിലറി വെർബ്. വേറിന് ഞാൻ ഇതേ കൊണ്ടിട്ട് എഴുതി. സെന്റൻസിൽ എവിടെയും നെഗറ്റീവ് വേർഡ്സിനെ കാണാനില്ല, അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗിനെ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. എന്ത് കിട്ടും? വേറിന്റ് എന്ന് കിട്ടും. ആരാണ് സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. അങ്ങനെ നമുക്ക് ടാഗ് എന്ത് കിട്ടി? വേറിന്റ് യു എന്ന് കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ജെയിൻ ചോദിക്കുകയാണ്, യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്. യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ ഈ ബോട്ട് എന്താ? ബോട്ട് ബൈ, അതിന്റെ V2 ആണ് എന്ത്? ബോട്ട്. V3യും എന്ത് തന്നെയാണ്? ബോട്ട് തന്നെയാണ്. അപ്പൊ V3 അല്ല, എന്തായാലും V3 ആവണമെങ്കിൽ അതിന്റെ മുന്നിൽ ആസോ ഹാവോ ഹാഡോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാസീവ് സെന്റൻസ് ആയിരിക്കും. ഇവിടെ ബൈ ബോട്ട്, ഇവിടെ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? V2 ആണ്. ബോട്ട് എന്താണ്? V2 ആണ്. V2 ആയാൽ ഓക്സിലറി വെർബ് ആരാ? ഞാൻ പറഞ്ഞു തന്നു. ആരാ? ഡിഡ് ആണ് ഓക്സിലറി വെർബ്. ഡിഡിനെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ആൻസർ എഴുതേണ്ട ഭാഗത്തേക്ക് എടുത്ത് എഴുതുക, ഡിഡ്. അപ്പോ സെന്റൻസിലെ വെർബ് V2 എന്ന് മനസ്സിലായപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഓക്സിലറി വെർബായിട്ടുള്ള ഡിഡിനെ കിട്ടിയത്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അങ്ങനെ ഡിഡിന്റ് എന്നായി. ആരാണ് സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. അങ്ങനെ എന്ത് കിട്ടും? ഡിഡിന്റ് യു എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. എന്താ ആൻസർ ആയിട്ട് കിട്ടുക? ഡിഡിന്റ് യു എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് തന്നാലും എന്ത് ചെയ്യാൻ പറ്റണം? ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാൻ പറ്റണം. ആൻസർ ഒക്കെ വളരെ കൃത്യമായിട്ട് ഞാനൊന്ന് ക്ലിയർ ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്ത് കാണിച്ചതാണ്. ഇത് ഏത് രീതിയിലാണ്? ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ V1 ആണെങ്കിൽ ഡു, V2 ആണെങ്കിൽ ഡിഡ്, എസ് ഫോം ആണെങ്കിൽ ഡസ് എന്ന് പറയുന്ന സംഗതിയും കൂടിയും തലയിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സ്കോർ 1 മാർക്ക് ഫോർ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഒരു മാർക്ക് മാത്രം എന്ന് വിചാരിക്കരുത്. ആ ഒരു മാർക്കും വളരെ വിലപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാമറിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്, ക്വസ്റ്റ്യൻ ടാഗ്. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.